ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയ കടലക്കറി തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. കടലക്കറി തയ്യാറാക്കാനായി ആവശ്യമായ സാധനങ്ങൾ: 1.5 കപ്പ് കടല കുതിർത്ത് വെച്ചതാണ്, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴണ്ടു വരുന്ന സമയം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് നന്നായി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി വഴറ്റി കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം. ഇത്രയും തയ്യാറായി കഴിഞ്ഞാൽ ഇനിയൊരു കുക്കർ എടുക്കാം. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരച്ച അരപ്പും കടല മുങ്ങി നിൽക്കുന്ന അളവിൽ വേണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ. നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായി. ഇനി ഇത് നന്നായി ഇളക്കി അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈസിയായ നല്ല കടകളിൽ കിട്ടുന്നത് പോലെ കൊഴുത്ത ചാറോടുകൂടിയ കടലക്കറി തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.